ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ടൈം ട്രാവൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ എക്സ്ട്രക് 125 ആണുള്ളത്. അപ്പം ഇന്ന് ഇവൻ്റെ വിശേഷവും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഏറ്റവും ഗ്ലാമറായിട്ടുള്ളൊരു മോഡലാണ് എക്സ്ട്രക് 125 എന്ന് പറയുന്നത്. ഗ്ലാമറിനെ ശരിക്കും ഗ്ലാമറാക്കിയൊരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എക്സ്ട്രക് 125 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളി സ്മോക്കഡായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ലൈറ്റ്സ് നോക്കുന്ന സമയത്ത് LED ലൈറ്റ്സാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈറ്റൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല വിസിബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് DRL കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഒരു എക്സ് ഷേപ്പിലാണ് ഒരു DRL അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ കാണാൻ നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു DRL കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു മഡ്ഗാർഡ് കാണാം. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ട് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ലോങ് ട്രാവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല രീതിയിലൊരു ഉപയോഗമുള്ളൊരു സസ്പെൻഷനാണ് ഇതിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു പന്ന റോഡിൽ കൂടെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു നല്ല കട്ടറൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് നല്ല കംഫർട്ടായിട്ടും വണ്ടി നല്ല സ്റ്റേബിളായിട്ടും ഇരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു സസ്പെൻഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വീൽസ് നോക്കുന്ന സമയത്ത് 18 ഇഞ്ച് അലേ വീൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ടയേഴ്സ് വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 130 mm ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ കാലിപ്പർ കൊടുത്തിട്ടുള്ളത് ബൈബറിൻ്റെ കാലിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് പാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ വണ്ടിക്കൊത്ത ഒരു ബ്രേക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഈ വണ്ടിയുടെ ഈ ഒരു വെയിറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു ബ്രേക്ക് അവരിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ട് സസ്പെൻഷൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ടാങ്ക് കാണാം. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് ലിറ്ററിന് 60 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. പിന്നെ നമ്മൾ ഇതിന് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാമറിൻ്റെ ഒരു 3D ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനൊരു ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇനി നമുക്ക് ഇതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കാം. ഇതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 125 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലുണ്ടാകുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 10.7 bhp 7500 RPM-ലും ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 10.6 Nm ടോർക്ക് 6000 RPM-ലുമാണ് വരുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കംഫർട്ടായിട്ടുള്ള ഒരു എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു മൈലേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നല്ല ഫീച്ചറും കാര്യങ്ങളുമായിട്ട് വരുന്നൊരു വണ്ടിയാണിത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ പുതിയ ഗ്ലാമർ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ഹീറോ കിക്കറും സെൽഫ് സ്റ്റാർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കിക്കർ കൊടുത്തിട്ടുള്ളത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഐത്തറേസിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. പിന്നെ ഇതിൻ്റെ ബാക്ക് റിയർ സസ്പെൻഷനിലേക്ക് നോക്കുന്ന സമയത്ത് പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പിലേക്ക് നോക്കുന്ന സമയത്ത് 2 ഫുഡ് സ്റ്റെപ്പും നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹീറോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാര്യം മൊത്തവും വണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ഥലം കാര്യത്തിനും കൂടെ നമുക്കിപ്പോൾ കാണാം. അതിനിടയ്ക്ക് അതിൻ്റെ ഒരു ഡ്രിഫ്റ്റിങ്ങും കൂടെ നമുക്കിപ്പോൾ കാണാം. അതവിടെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. പിന്നെ ബാക്ക് ബ്രേക്ക് കാര്യങ്ങളും വരുന്നത് ഡ്രം ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കുഴപ്പമില്ലാത്ത ബ്രേക്ക് നമുക്ക് ബാക്ക് ബ്രേക്ക് കാര്യങ്ങളും വരുന്നത് ഡ്രം ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ബ്രേക്ക് നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിലെ ടയേഴ്സ് വരുന്നത് 100, 18, 80 എന്നുള്ള ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന അതേ സെയിം അളവിലുള്ള ടയേഴ്സ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഹഗ്ഗർ കൂടെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഓണർ അഴിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ
എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. വളരെയധികം വലിയ സൗണ്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ സ്മൂത്തായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുള്ളൂ. അന്നേരം വണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് വൈബ്രേറ്റ് ആവുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു എച്ച് ഷേപ്പിലുള്ളൊരു ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും LED ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സാരി ഗാർഡ് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ചെയിനിൻ്റെ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഫോൾസ് നോട്ടർസ് കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഇതിനകത്തൊന്നും ലഭിച്ചിട്ടില്ല. നല്ല രീതിയിലൊരു ക്രിസ്പായിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ യമഹയിലും പൾസറിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹീറോ ഇതിന് ഐത്രൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുഷ്യനായിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു വൈഡായിട്ടുള്ളൊരു സീറ്റ്സാണ് വരുന്നത്. പിന്നെ ഇത് നല്ലൊരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വണ്ടിയുടെ മീറ്റർ കൺസോളിലോട്ട് നോക്കാം. മീറ്റർ കൺസോളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സ്പോർട്സിലേക്ക് കൊടുത്തിട്ടുള്ള അതേ രീതിയിലുള്ളൊരു സെയിം മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെ ഹീറോ ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കൺസോളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു RPM മീറ്റർ വരുന്നുണ്ട്, ഒരു ട്രിപ്പ് മീറ്റർ, 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ ലെവൽ വരുന്നുണ്ട്, പിന്നെ ആവറേജ് ഫ്യൂൽ മൈലേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ഡേറ്റും ടൈമും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ഗിയർ ഇൻഡിക്കേഷൻ നോക്കിയ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ഇട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി സെൻസ് ചെയ്ത് ഏത് ഗിയറിലാണ് വണ്ടി പോകുന്നതെന്ന് ഇവിടെ കാണിക്കത്തുള്ളൂ. ആ ഒരു ചെറിയ ലാഗ് ഈ ഗിയർ ഇൻഡിക്കേഷൻ ലെവലിൽ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചർ വരുന്നൊരു മീറ്റർ കൺസോളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹീറോയുടെ ആപ്പ് വഴി ഇതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് മാപ്പിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഒരു ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. ലോങ് ഒക്കെ പോകുന്നവർക്ക് ഭയങ്കരധികം ഉപകാരമായിട്ട് അത് കിട്ടും. പിന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്കത് യൂസ്ഫുൾ ആവും ആ USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്വിച്ചൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിവിടൊരു പാസിങ് സ്വിച്ച് കാണാം. പിന്നെ ലോ ബീം ഹൈ ബീം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് കാണാം. പിന്നെ ഐത്രൈസ് ഓൺ ഓഫും, അങ്ങനെ വളരെയധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മിറേഴ്സ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിരുന്നു നോക്കാം. വണ്ടിയിൽ കയറി ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാല് ഫ്ലാറ്റായിട്ട് തന്നെ കാല് നിലത്ത് നമുക്ക് കുത്താൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 112 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇത്തിരി നീളം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഒരു കാല് ഉപയോഗിച്ച് നമുക്ക് ഈ വണ്ടി നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താവുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 2 കാലും ഫ്ലാറ്റായിട്ട് ഇതിൽ എത്തണമെന്നില്ല. അപ്പം നമുക്കിനി നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ആക്സിലറേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പവർ ഡെലിവറി നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ 0 to 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഫാസ്റ്റായിട്ട് കയറുന്നൊരു ബൈക്കാണിത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ട് നല്ല ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ആ രീതിയിൽ വളരെ വേഗത്തിലാണ് ഇതൊരു 0 to 100 കൈവരിക്കുന്നതെന്ന് പറയുന്നത്. മറ്റ് വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 80-90 എന്നൊക്കെ പറയുന്നത് കയറി കഴിഞ്ഞാൽ പിന്നെ വളരെയധികം സ്ലോയിലാണ് കയറുന്നത്. പക്ഷേ ഇവൻ കുറച്ച് ഫാസ്റ്റായിട്ട് 0 to 100 എളുപ്പം ക്വിക്കായിട്ട് തന്നെ
നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് മേലോട്ട് ഈ വണ്ടി പോകും. നമുക്കിവിടെ ആ രീതിയിലൊരു പുഷ് ചെയ്യാനുള്ളൊരു റോഡില്ലാത്തതുകൊണ്ടാണ് നമ്മളത് പുഷ് ചെയ്തെടുത്തത്. ശരിക്കും ഈ വണ്ടിയിൽ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണിത്. പഴയ ഗ്ലാമറിനെ അപേക്ഷിച്ച് ഭയങ്കരധികം മാറ്റങ്ങളായിട്ടാണ് ഈ പുതിയ മോഡൽ ഈ ഗ്ലാമർ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. പഴയ ബേസ് മോഡൽ നമുക്കിപ്പോഴും ലഭ്യമാണ്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമുള്ളൊരു മോഡലാണ് ഈ എക്സ്ടെക് എന്ന് പറയുന്നത്. ഇവരുടെ കുറേയധികം എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മോഡലാണ് ഈ എക്സ്ടെക് എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പൾസിനൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി ഞാൻ നൈറ്റ് ഓടിയ സമയത്ത് എനിക്കൊരു എക്സ്പൾസൊക്കെ ഓടിക്കുന്ന ഒരു ചെറിയ ഫീലൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടി സ്വന്തമാക്കിയിട്ടുള്ള ആർക്കെങ്കിലും ഈ രീതിയിലൊരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേയിൽ വരുന്ന ഫീച്ചറൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ടൂറിംഗ് പർപ്പസ് ആയിട്ടുള്ള വണ്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഫീച്ചറൊക്കെ കണ്ടപ്പം നമുക്ക് തോന്നും ഒരു കമ്മ്യൂട്ടർ ബൈക്കിനൊക്കെ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡെയിലി യൂസേജ് ബൈക്കിനൊക്കെ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് വല്ല ഉപകാരമുണ്ടോയെന്ന്. ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ്. മിക്ക ആൾക്കാരും യാത്രകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുമാണ്. അവരുടെ കയ്യിലുള്ള വണ്ടികൾ വെച്ച് കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വണ്ടികൾ നോക്കുന്ന സമയത്ത് അവർക്ക് യാത്രകൾ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു എഞ്ചിനും അതനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള വണ്ടികളെ അവർ നോക്കത്തുള്ളൂ. അപ്പം കമ്പനിക്കും അവരുടെ മാർക്കറ്റിങ്ങിന് അതാണ് ആവശ്യവും. അങ്ങനെയുള്ള വണ്ടികളെ അവരും ഇറക്കാൻ ശ്രമിക്കത്തുള്ളൂ. നമ്മൾ ഈ വണ്ടി ഭ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ഡ്രീം ബൈക്ക് എന്തായാലും കാണും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ ആ ഇഷ്ടപ്പെട്ട വണ്ടിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരുന്നില്ല. ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഇഷ്ടപ്പെടുന്ന വണ്ടി ചിലപ്പം നമ്മുടെ സാഹചര്യം മൂലം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശേഷി മൂലം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്കുള്ള വണ്ടികളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വന്ന് ഈ ഒരു ബൈക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരത്തില്ല. കാരണം ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചർ കാര്യങ്ങൾ നമുക്കൊരു കമ്മ്യൂട്ടർ ബൈക്കാണ് യൂസ് ചെയ്യുന്നതുള്ളൊരു ഫീൽ നമുക്ക് തരത്തില്ല. കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി യൂസ് ചെയ്യുന്നൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും. അത്രയധികം ഫീച്ചർ കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ റിലാക്സ് ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ് വരുന്നത്. നമുക്ക് നല്ല കംഫർട്ടായിട്ടൊക്കെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ ഒരു 80-90 മൈൽ സ്പീഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കംഫർട്ടിന് ആയിട്ടുള്ളൊരു സ്പീഡെന്ന് പറയുന്നത് ഒരു 80-90 ആ റേഞ്ചിലൊക്കെയുള്ള ഒരു സ്പീഡാണ് ഇതിൻ്റെ ഒരു കംഫർട്ടായിട്ട് ഞാൻ കാണുന്നത്. ഇതിൻ്റെ ബ്രേക്ക് വെയിറ്റ് നോക്കുന്ന സമയത്ത് ഈ വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ വണ്ടി നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പേടിയൊന്നും വേണ്ട. പിന്നെ ഈ വണ്ടി നോക്കുന്ന സമയത്ത് നല്ല ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. നല്ലൊരു കംഫർട്ടായിട്ടുള്ള റൈഡിങ് പോസ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവൊക്കെ അടിക്കാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണ്. പിന്നെ ഇതിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈസ് കൂടിയാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നോക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടിയിലേക്ക് നോക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന രീതിയിലുള്ള വണ്ടി തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 93,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത് 1 മന്ത് അല്ലെങ്കിൽ 500 കിലോമീറ്ററാണ്. അത് നമുക്കൊരു 400 to 500 രൂപ വരെയാണ് അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വലിയൊരു സർവീസ് കോസ്റ്റോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ വരുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിതിനെ ഒരു വാല്യൂ ഫോർ മണി എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ പരമാവധി ഹെൽമെറ്റ് വെച്ച് സേഫായിട്ട് റൈഡ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളെ കാണാം, അല്ലെങ്കിൽ ഒരു യാത്രയുടെ വിവരണമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ദിസ് ചാനൽ.